കൗണ്ടിങ് കാർസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ന്യൂസ് ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഫോർഡ് എന്ന് പറഞ്ഞ ആ ഒരു അമേരിക്കൻ ഭീമൻ, അല്ലെങ്കിൽ അമേരിക്കയിലെ മേജർ ആ ഒരു പ്ലെയർ ആയിട്ട് നിൽക്കുന്ന ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ കമ്പനിയാണ് ഈ പറഞ്ഞ ഫോർഡ്. അപ്പോൾ ഫോർഡ് നമ്മുടെ ഇന്ത്യയിലേക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ എന്നാ വന്നതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 1948 നമ്മുടെ ഇന്ത്യയിലേക്ക് ഫോർഡ് എത്തുന്നത്. അതിനുശേഷം ചെറിയ ചെറിയ വാഹനങ്ങളൊക്കെ ആയിട്ട് അത് ഒരു പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ നമ്മൾ 10 കൊല്ലം മുമ്പ് നോക്കുകയാണെങ്കിൽ ഫോർഡിൻ്റെ അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായി. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആ ഒരു ചേഞ്ച് കൂടി ഒരു മാർക്കറ്റിലേക്ക് ഇറക്കിയത് ഫ്രീ സ്റ്റൈൽ എന്ന് പറഞ്ഞ ആ ഒരു ഹാച്ച് ബാക്ക് വന്നിട്ടുണ്ടായി. പിന്നെ എക്കോസ്പോർട്ടിൻ്റെ ആ ഒരു ഫുള്ള് ബാക്കിൽ ആ ഒരു സ്പെയർ വീലും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പുതിയൊരു മോഡൽ ചേഞ്ച് ആയിട്ട് ഇറക്കിയിട്ടുണ്ടായി. പിന്നെ എൻഡവർ, ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ കുറച്ച് റീസെൻ്റ് ആയിട്ട് വന്നിരിക്കണം. ആ ഒരു ന്യൂ ബോൺ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഫ്രീ സ്റ്റൈൽ മാത്രമാണ് പുതിയതായിട്ട് വന്നത്. അതും റീസെൻ്റ് ആയിട്ട് വന്നല്ല, കുറച്ചാണ് മുമ്പ് തന്നെ വന്നേക്കുന്ന ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ചേഞ്ചസ് വരുത്തിയതിന് ശേഷം ഇപ്പോൾ അവർ കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ 9 അനൗൺസ് ചെയ്തൊക്കെയാണ് ഫോർഡ് നിലവിൽ ഓപ്പറേഷൻസ്, ഇന്ത്യയിലത്തെ ഓപ്പറേഷൻസ് അവർ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നു കേട്ടപ്പോൾ തന്നെ ചിലപ്പോൾ ഒട്ടനവധി ആൾക്കാർ അത് വിശ്വസിച്ചിട്ടുണ്ടാവില്ല. കാരണം ഫോർഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ കമ്പനി, ഇത്രയും എന്താ പറയുക, നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ഫോർഡിൻ്റെ വാഹനങ്ങളുണ്ട്. ഒരുപാട് ചില ആൾക്കാർ ഫോർഡിൻ്റെ വാഹനങ്ങൾ മാത്രം പോയി തെരഞ്ഞു പിടിച്ച് എടുക്കുന്ന ആൾക്കാർ ഒരുപാടെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ തന്നെ ഞാനും ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഞെട്ടി. വേറെ ഒന്നല്ല, ഈ ഒരു ഫോർഡ് എന്ന വാഹനം ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മേജർ പ്ലാൻസ് ആണ് അവരുടെ അടച്ചു കൂട്ടാൻ പോകണം. അപ്പോൾ ഒരു പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുജറാത്തിലെ സനന്ദ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റും അതേപോലെ തന്നെ എൻജിൻ ഭാഗങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ചെന്നൈയിലെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റും ഇപ്പോൾ നിർത്താൻ പോവുകയാണ്. അപ്പോൾ സനന്ദ് അല്ലെങ്കിൽ ഗുജറാത്തിലെ ആ ഒരു പ്ലാന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം അവസാനത്തോടുകൂടി ഡിസംബർ ആ ടൈമോടുകൂടി അത് ഫുള്ളായിട്ട് ക്ലോഷർ ചെയ്യും. ചെന്നൈയിൽ നോക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഏപ്രിൽ മെയ് ജൂൺ ആ ഒരു ടൈമോട് തന്നെ അതിൻ്റെ പ്രൊഡക്ഷനും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യും എന്നാണ് ഇപ്പോൾ ഇന്നലെ ന്യൂസിൽ അനൗൺസ് ചെയ്തേക്കണം. അപ്പോൾ ഇതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കമ്പനി ക്ലോസ് ചെയ്യുന്നത്? ഇതിൻ്റെ നഷ്ടം എമൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താങ്ങില്ല, അത്രയ്ക്ക് വലിയ എമൗണ്ട് തന്നെയാണ്. ഞാൻ പറയാം. അതിനൊക്കെ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹാർലി ഡേവിഡ്സൺ ക്ലോസ് ആയി, കഴിഞ്ഞ കൊല്ലം ലാസ്റ്റ് വീട്ടിൽ തന്നെ അവർ അനൗൺസ് ചെയ്തു. അതിന് മുമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2017 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ മോട്ടോഴ്സ് അല്ലെങ്കിൽ ഷെവർലെ, ഇതൊക്കെ അവർ ഇന്ത്യയിലത്തെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 3 വിദേശ കമ്പനികളാണ് നമ്മുടെ നാട്ടിൽ അത് സ്റ്റോപ്പായി പോകുന്നത്. ഇതിന് മെയിൻ കാരണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, വിദേശ വാഹനങ്ങൾ നമ്മൾ ഇന്ത്യയിലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ കോസ്റ്റ് നമ്മുടെ ആ ഒരു ലിവിങ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങളൊക്കെ ആയിട്ട് അതിന് കിടപിടിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോക്സ് വാഗൻ്റെ വാഹനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്വിഫ്റ്റ് വാഹനമൊക്കെ നമുക്കൊരു 8 ലക്ഷം രൂപ അല്ലെങ്കിൽ 9 ലക്ഷം രൂപയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓപ്ഷൻ നമുക്ക് മേടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പോളോയിലേക്ക് വരുമ്പോൾ 10, 11, 12 ആയി പോകണം. അതിൻ്റെ കാരണം ഇതാണ്, അവർ ആ ഒരു സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ സ്വിഫ്റ്റിൻ്റെ ഒരു ഇപ്പോൾ 4 സിലിണ്ടർ എഞ്ചിൻ അവർ 4 സിലിണ്ടർ കയറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ റേറ്റ് നല്ല രീതിയിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൾക്കാർ സ്വാഭാവികമായിട്ട് സ്വിഫ്റ്റും i20 അങ്ങനത്തെ വാഹനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് പോകുന്നു. ഈ പറഞ്ഞ ഫോക്സ് വാഗൺ, ഫോർഡൊക്കെ അവർ മാറ്റി വയ്ക്കുന്നു. പിന്നെ അവർ ഫോർഡും ഫോക്സ് വാഗനൊക്കെ എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ 3 സിലിണ്ടർ ഇറക്കും. 3 സിലിണ്ടർ ഇറക്കിയിട്ട് എന്താ പറയുക 1000 cc അല്ലെങ്കിൽ ടെർബോ ചാർജ് എഞ്ചിനൊക്കെ ആയിട്ട് ഇറക്കിയിട്ട് ജനങ്ങളുടെ കണ്ണിലൊന്ന് പൊടിയിടാൻ വേണ്ടിയിട്ട് സംഭവങ്ങളൊക്കെ ടെർബോ ചാർജ് എന്നൊക്കെ പറഞ്ഞിറക്കും. പക്ഷേ 4 സിലിണ്ടറിന് പെർഫോമൻസ് ഒന്നും 3 സിലിണ്ടറിന് കിട്ടില്ല എന്നുള്ളൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലാവേണ്ടത്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇവർ ഈ ഒരു വാഹനങ്ങൾ ഒഴിവാക്കും. എന്ന് പറഞ്ഞാൽ വിദേശ കമ്പനികൾ ഈ കോസ്റ്റ് കുറക്കാൻ വേണ്ടി ഇറക്കുന്ന വാഹനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന വാഹനങ്ങൾ, ഇപ്പോൾ ടാറ്റ, മാരുതി, ഹ്യുണ്ടായി ഇങ്ങനത്തെ വാഹനങ്ങളിലേക്ക് അവർ കിടക്കും. അപ്പോൾ ഹ്യുണ്ടായി ഒന്നും ഇന്ത്യൻ വാഹനമാണെന്ന് ഞാൻ പറയുന്നില്ല, ഹ്യുണ്ടായൊക്കെ കൊറിയനാണ്. പക്ഷേ അവരിപ്പോൾ നിലവിൽ നമ്മുടെ മാരുതിയൊക്കെ ആയിട്ട് കിടപിടിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. എത്രയാണ് ഈ ഒരു വാഹനം, ഈ ഫോർഡിൻ്റെ ഇതിൻ്റെ നഷ്ടം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 10 കൊല്ലത്തെ കണക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർഡിന് നഷ്ടമായിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ $200 കോടി. 200 കോടി രൂപയല്ല, $200 കോടി. ഡോളർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ റേറ്റ് ഒരു 74 വെച്ച് നമ്മളത് ഗുണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ വില കിട്ടും. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കുക എത്ര ഉണ്ടാവും. $200 കോടി നഷ്ടം വരാമെന്ന് വെച്ചാൽ ഒരു കമ്പനിക്ക് അത് താങ്ങാൻ പറ്റില്ല. കഴിഞ്ഞ 10 കൊല്ലത്തെ ആ ഒരു ഡാറ്റ അവരെടുത്തപ്പോൾ അവർക്ക് നഷ്ടം ഉണ്ടാക്കുന്ന എമൗണ്ടാണത്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ 2 പ്ലാൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞ 2 പ്ലാൻ ഗുജറാത്തും അതേപോലെ തന്നെ നമ്മുടെ ചെന്നൈയിലുള്ള 2 പ്ലാനിനകത്ത് നോക്കുകയാണെങ്കിൽ മൊത്തം യൂണിറ്റ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നത് 4 ലക്ഷം യൂണിറ്റാണ് ഈ 2 പ്ലാനിലും കൂട്ടിയിട്ട് അവർക്ക് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത്. മനസ്സിലാണല്ലേ? പക്ഷേ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ 20% പ്രൊഡക്ഷൻ മാത്രമാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നുള്ളൂ. കാരണം വാഹനങ്ങൾ അവർക്ക് വിറ്റഴിക്കുന്നില്ല, ആൾക്കാർക്ക് വാഹനങ്ങൾ വേണ്ട. അതിൻ്റെ ഭാഗമായിട്ട് വെറും 20% പ്രൊഡക്ഷൻ മാത്രമാണ്. ഈ 4 ലക്ഷം യൂണിറ്റിനകത്ത് 20% മാത്രമാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. അതും അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 10% അവർ എക്സ്പോർട്ട് ചെയ്യുന്നു.
ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക്. ഇപ്പോൾ അമേരിക്കയിലേക്കല്ല, നമ്മുടെ ഏഷ്യൻ റീജിയനിലുള്ള ബാക്കി കൺട്രീസിനകത്തൊക്കെ ഈ 20% 10% എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ ദയനീയാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ 4 ലക്ഷം യൂണിറ്റ് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന കമ്പനീന് 20% ഉണ്ടാക്കുള്ളൂ, 20%-ത് 10% നേരെ വിദേശത്തേക്ക് കയറ്റി വിടുകയാണ്. ആലോചിച്ച് നോക്കും. ഇനി നമ്മൾ നോക്കണമെങ്കിൽ മാർക്കറ്റ് ഷെയർ, ഈ ഫോർഡ് എന്ന് പറഞ്ഞ വാഹനത്തിൻ്റെ മാർക്കറ്റ് ഷെയർ നമ്മൾ നോക്കണമെങ്കിൽ വെറും 1.4%, 1.4% മാത്രം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഫോർഡ് എന്ന് പറഞ്ഞ ആ കമ്പനിക്ക് ഷെയർ ഉള്ളൂ. ബാക്കിയെല്ലാം ഇപ്പോൾ നമുക്കറിയാം, ഭീമന്മാരായിട്ടുള്ള ഇന്ത്യൻ ഭീമനായിട്ടുള്ള നമ്മുടെ മാരുതി 60% മുകളിലാണ് അവർക്ക് മാർക്കറ്റ് ഷെയർ. പിന്നെ വരുന്നത് ഹ്യുണ്ടയാണ്, പിന്നെ വരുന്നത് ടാറ്റ. അങ്ങനെ വാഹനങ്ങളൊക്കെ ബാക്കി മേഖലകളൊക്കെ പിടിച്ച് അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർ പിടിച്ചു വെച്ചേക്കണ കമ്പനീസാണ്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഫോർഡിൻ്റെ വാഹനങ്ങൾ 1.4% മാത്രം ഷെയർ വെച്ചിട്ട് അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല. ഇനി ഏതൊക്കെ വാഹനങ്ങളാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് പ്രൊഡക്ഷനിലുള്ളതും അത് നിർത്താൻ പോണ വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർഡിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ മാർക്കറ്റിലേക്ക് ചെറിയ രീതിയിലെങ്കിലും ഇറങ്ങുന്നത് ഫ്രീ സ്റ്റൈൽ എന്ന് പറഞ്ഞ വാഹനം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇറങ്ങുന്നുണ്ട്. കാരണം അത് ചെറിയൊരു ഹാച്ച് ബാക്കാണ്, ചെറിയൊരു ഫാമിലിക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള വാഹനമാണ് ഫ്രീ സ്റ്റൈൽ മാർക്കറ്റിലേക്ക് എത്തിയത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കോംപ്രമൈസ് ചെയ്തിട്ടാണ് അതിൻ്റെ ബിൽഡും കാര്യങ്ങളും എഞ്ചിൻ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇറക്കിയാണ്. പക്ഷേ ഒരുപാട് ആൾക്കാർ എടുക്കുന്നുണ്ട്, കാരണം ഫോർഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്. കൂടാതെ തന്നെ എന്താ പറയുക, ചെറിയൊരു വാഹനമാണ്, ടൗണിലൊക്കെ സുഖമായിട്ട് എടുത്തുകൊണ്ട് പറ്റുന്ന വാഹനം, അത് സ്റ്റോപ്പ് ആവുകയാണ്. അടുത്ത ഫിഗോന് ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ട് അവർ എന്താ പറയുക അതിൻ്റെ അടിമുടി മാറ്റി സ്പോർട്ട് എന്താ പറയുക സ്പോർട്സ് സീരീസായിട്ട് വേറെ വന്നിട്ടുണ്ടായി. കൂടാതെ തന്നെ അതിൻ്റെ ഫ്രണ്ടും അതേപോലെ തന്നെ ബാക്കിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ട് റീസെൻ്റായിട്ട് ചേഞ്ച് വന്നിട്ടുണ്ടായി. ആ വാഹനവും ഇപ്പോൾ നിലവിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്നതാണ്, അതും റീസെൻ്റായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത് ആസ്പയർ എന്ന് നമുക്കറിയാം, ഫിഗോൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഡഡ് വെർഷൻ അല്ലെങ്കിൽ ഒരു സെഡാൻ മോഡലായിട്ട് ഇറങ്ങിക്കൊണ്ടിരുന്ന ആസ്പയർ ശരിക്കും പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇറങ്ങിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ അത് ടാക്സി മേഖലയിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ആൾക്കാരൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ അതിനും ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ടാക്സി മേഖലയിൽ ആൾക്കാർ കൈവിട്ടു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സെയിൽസ് നേരത്തെ തന്നെ ഇടിഞ്ഞിരിക്കുകയാണ്. പക്ഷേ റീസെൻ്റായിട്ട് ചെറിയ രീതിയിലൊക്കെ പ്രൊഡക്ഷൻ ഉണ്ടാകും, അതും സ്റ്റോപ്പ് ആവാൻ പോവുകയാണ്. പിന്നെയാണ് അവർ ഒരുപാട് പ്രതീക്ഷയിൽ ഇറക്കിയത് എക്കോസ്പോർട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇറങ്ങിക്കൊണ്ടിരുന്നത്. SUV എന്നുള്ള ഒരു കോമ്പാക്ട് SUV എന്നുള്ള രീതിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാർക്കറ്റിലേക്ക് ക്ലിക്ക് ആയിക്കൊണ്ടിരുന്ന ഒരു വാഹനം തന്നെയാണ് എക്കോസ്പോർട്ട്. ഇപ്പോൾ നമുക്കറിയാം എന്താ പറയുക, നല്ല ബോഡി ബിൽഡ് ക്വാളിറ്റിയും നല്ല മൈലേജും ഒക്കെ തരുന്ന ഡീസൽ വാഹനങ്ങളൊക്കെ എക്കോസ്പോർട്ടിന് നല്ല ഡിമാൻഡുള്ളതാണ്. അതും ഇപ്പോൾ നിലവിൽ സ്റ്റോപ്പ് ആവാൻ പോവുകയാണ്. പിന്നെ ഏറ്റവും ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ നമ്മുടെ മാർക്കറ്റിലേക്ക് ഒരു പ്രീമിയം കാറ്റഗറിയിൽ പെടുത്താൻ പറ്റാവുന്ന വാഹനമായിരുന്നു എൻഡവർ 45 lakhs അറൗണ്ട് ആണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതും ഇപ്പോൾ റീസെൻ്റായിട്ട് സ്റ്റോപ്പ് ആവുകയാണ്. അപ്പോൾ എൻഡവറിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ യൂണിറ്റ് നിർത്താമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രക്കധികം ഒരു നഷ്ടമാണ് അവർക്ക് വരാൻ പോകുന്നത്. കാരണം ഇത്രയും എക്സ്പെൻസോട് ഒരു വാഹനം പുറത്തേക്ക് ഇറക്കുന്നു, അതിന് ഡിമാൻഡില്ലാതെ ആവുന്നു, കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് എന്താ പറയുക പ്രശ്നങ്ങൾ കൂടിയാണ് ഫോർഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ പ്രൊഡക്ഷൻ ചെയ്ത് വെച്ചാണ് വാഹനങ്ങൾ, ആ വാഹനങ്ങൾ സെയിൽ ഷോറൂമിൽ കൂടി തന്നെ സെയിൽ ഉണ്ടാവും. അത് വിറ്റഴിക്കുന്നതോടുകൂടി തന്നെ ഇന്ത്യയിലത്തെ ഫുള്ള് ഓപ്പറേഷൻസ് സ്റ്റോപ്പ് ആവും എന്നാണ് പറയുന്നത്. പക്ഷേ ഓപ്പറേഷൻ സ്റ്റോപ്പ് ആയാലും സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുപോലെ പാർട്സ് അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ എന്തായാലും ഫോർ ഷുവർ ആയിട്ട് ഉണ്ടാവും. അത് എല്ലാ വാഹനങ്ങളും ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്താലും അതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരു ടേംസും കാര്യങ്ങളൊക്കെ എല്ലാ കമ്പനിക്കും ഇപ്പോൾ ഷെവർലെയുടെയൊക്കെ പാർട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഫോർഡിൻ്റെയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫോർഡിന് ഇപ്പോൾ എല്ലാവരും സംശയമായിരിക്കും ഫോർഡിൻ്റെ വാഹനങ്ങൾ ഇനി എടുക്കണമെന്ന്. ഫോർഡിൻ്റെ വാഹനങ്ങൾ ഇനി എടുക്കാം, പക്ഷേ നല്ല റേറ്റ് കുറച്ച് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഷെവർലെയുടെയൊക്കെ ക്രൂസൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ വാഹനമൊക്കെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ 20 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് ഇറങ്ങിയിട്ട് റേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. അതൊക്കെ ഇപ്പോൾ നമുക്ക് ഒരു 3-4 ലക്ഷം റേഞ്ച് തന്നെ നമുക്ക് അതിൻ്റെ വാഹനങ്ങൾക്ക് ഇപ്പോൾ കിട്ടാൻ അവസരങ്ങളുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഫോർഡിൻ്റെ എൻഡവറൊക്കെ ഇനി നമുക്കൊരു 5-6 ലക്ഷത്തിന് മുകളിൽ സുഖമായിട്ട് വാങ്ങിക്കാൻ പറ്റും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു ഇൻഫോർമേഷൻ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കാം. ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ഒരു ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. ടാറ്റ, ബൈ, ടേക്ക് കെയർ.